അന്ന് നല്ല പച്ചയായ മനുഷ്യരും നല്ല കൃഷിയും തോട്ടവും വളപ്പുകളൊക്കെ അങ്ങനെ വളച്ചിട്ട് നല്ല രസമുള്ള സമയം. എല്ലാവരുടെ വീട്ടിലൊന്നും ഈ കശുമാവ് ഉണ്ടാവും പറങ്ങാണ്ടി. എല്ലാവരുടെ വളപ്പിലും ഉണ്ടാവും. ഓരോരുത്തരുടെ വീട്ടിലൊരു 15-20 കിലോ കശുവണ്ടിയൊക്കെ. അന്നൊരു വീടിന്റെ വരുമാനമായിരുന്നു പറങ്ങാണ്ടി. അത് ഈ ആണുങ്ങൾ കണ്ടിട്ട് പെൺകുട്ടികളാണ് ഈ കശുവണ്ടിയൊക്കെ കൊണ്ട് കൊടുക്കുക. അതെ. അന്ന് ഞങ്ങളുടെ അവിടെ ഒരു മത്തായച്ചനാണ് ഈ ഹോൾസെയിൽ കട നടത്തുന്നത്, പറങ്കണ്ടി. അപ്പോൾ ഇയാളൊരു മുരടനെ പോലെ ഇങ്ങനെ ഒരു മനുഷ്യനായതുകൊണ്ട് ഇങ്ങനെ ഈ പെണ്ണുങ്ങൾക്കൊക്കെ അവിടെ ഈ കശുവണ്ടി കൊണ്ടു കൊടുക്കുക ഒരു മടിയായിരുന്നു. താല്പര്യം ഉണ്ടാവില്ല. ഇങ്ങനെ ഒരാളല്ലേ പെട്ടെന്ന് അയാൾക്കൊരു അറ്റാക്ക് വന്നു. പെണ്ണുങ്ങളെ കണ്ടിട്ടാ അവിടെ സ്വാഭാവികമായിട്ട് ഒരാൾക്ക് അറ്റാക്ക് വരില്ലേ? ഹൃദയാഘാതം. ചത്തോ? ഇല്ല. അങ്ങനെ പിന്നെ അയാൾ റെസ്റ്റിലായ സമയത്ത് എന്നായിട്ടുള്ളൊരു സൗഹൃദം വെച്ചിട്ട് ഒരു മാസത്തോളം എന്നോട് ആ കടയിൽ നിൽക്കാൻ പറഞ്ഞ്. എന്തിന്? ഒരു സഹായം. പിന്നെ നമുക്കും കുറച്ചൊക്കെ കശുവണ്ടി ഉണ്ടല്ലോ, അത് കൊണ്ടു കൊടുത്തുള്ളൊരു പരിചയമൊക്കെ ഇങ്ങനെ ഉണ്ട്. പിന്നെ ഞാൻ അവിടെ പോയി നിന്നതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞല്ലോ, എന്നെ കണ്ടു കഴിഞ്ഞൊരു പെൺകുട്ടികളൊക്കെ വരാൻ തുടങ്ങി. അത് പെൺകുട്ടികൾ വരുന്നത് കല കണ്ടോണ്ടായിരിക്കത്തില്ല. അമ്മാവനെ ചിരിച്ചു കാണിക്കുമെന്ന് അമ്മാവൻ പൈസ കൂടുതൽ കൊടുക്കുമല്ലോ, അപ്പോൾ വസൂലാക്കാൻ വേണ്ടി വന്നതായിരിക്കും. അല്ലടാ, ഞാനൊന്നും പറയില്ല. അപ്പാറൊക്കെ കേട്ടോ, സൂപ്പർ. അമ്മാവനെ അടിപൊളിയായിരുന്നു. ഇന്നും അടിപൊളി. അന്ന് ഈ ചെറുപ്പക്കാർ പെൺകുട്ടികൾക്കൊക്കെ കാണാൻ കൊള്ളാവുന്നവരോട് ഒരു പ്രത്യേക ആയിരിക്കണം, എനിക്കറിയില്ല. എന്തോ ഞാൻ ആ കടയിൽ ഇരുന്നതിൻ്റെ ശേഷം പെൺകുട്ടികളൊക്കെ ധാരാളം വരും. ഈ പറങ്ങാണ്ടി വിൽക്കാൻ വരുന്ന പെണ്ണുങ്ങളിൽ ആരെങ്കിലുമായിട്ട് പ്രേമം വല്ലതും ഉണ്ടായിരുന്നു? കാതൽ, ലവ്? ആരോടും പറയരുത്. എന്ത്? ഒരു ശകുന്തള. കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ മോനെ ഒരു 5-5 അടി പൊക്കം, കയ്യും കാലൊക്കെ പണിത് വെച്ച പോലെ ഇരിക്കണം. പണിത് വെച്ചേക്കുന്നേ? ഇത് വെപ്പ് കയ്യും കാലുമായിരുന്നു. എടാ, ഒരു അലങ്കാരത്തിന് പറഞ്ഞല്ലേ? ഓ, അലങ്കരിച്ച് വർണ്ണിച്ച്. എന്നിട്ട് ചെമ്പറും പട്ടുപാവാടയൊക്കെ കൊടുത്ത് മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് തുടുത്ത് ചുമന്ന്. അക്കച്ചി അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുമായിരുന്നു? അല്ല, ചുമന്ന് കൊടുത്തൊന്നും നേരത്തെ പറഞ്ഞ, അതുകൊണ്ട് ഞാൻ ചോദിച്ചാ. എടാ, ഒരു ദിവസം അവള് കശുവണ്ടി കൊണ്ടുവന്ന ചാക്ക് എൻ്റെ കൂടയിലേക്ക് ഇങ്ങനെ ചരിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു പേപ്പർ. അണ്ടിപ്പരിപ്പ് പൊതിച്ചുകൊണ്ടുവന്നായിരിക്കും. അതല്ലടാ, പ്രേമലേഖനം. ശകുന്തളയുടെ പ്രേമലേഖനം. കർത്താവേ, പ്രേമലേഖനം. അതിനകത്ത് എന്തുവായിരുന്നു എഴുതിയിരുന്നല്ലേ? പ്രേമലേഖനോ? അതെന്തുവാ? അല്ല, അപ്പൊ അത് ഈ മറ്റേ ദുഷ്യന്തൻ പ്രേമലേഖനം കൊടുത്ത കഥ. ഏത് കഥ? ഏത് ദുഷ്യന്തൻ? ഈ ദുഷ്യന്തൻ ശകുന്തളയ്ക്ക് പ്രേമലേഖനം കൊടുക്കുമ്പോഴാണല്ലോ തോഴിമാരായ രംഭയും മേനകയും അടുത്തുണ്ടായിരുന്നത്, അല്ലേ? അല്ല ചേട്ടാ, രംഭയും മേനകയും ഒന്നും അല്ലല്ലോ, അനസൂയയും പ്രിയമതയല്ലേ? അയ്യോ, അതാണ്. മറ്റത് ഭീഷ്മാചാര്യരുടെ കഥയല്ല. അതെ. ഏത് ഭീഷ്മൻ, ഏത് ദുഷ്യന്തൻ? മത്തായ ചേട്ടൻ പറങ്ങാണ്ടി കൊണ്ടുവന്ന് ശകുന്തള വെള്ള പേപ്പറിനകത്ത് എഴുതി തന്ന പ്രേമലേഖനത്തിൽ എവിടെ വരുന്നു താമരപ്പൂ? എന്റെ ചൂടാറ്റിട്ട് വാ. ഒരു ചായ കൊണ്ടുവരുമ്പോ ചൂടാറ്റി കൊണ്ടുവരാൻ അറിയില്ല അവൾക്ക്. ചൂടില്ലല്ലോ. മനുഷ്യന്റെ ജീവിതങ്ങളെ വേണ്ടി ഇറങ്ങിക്കണം. അവള് കേട്ട് കഴിഞ്ഞാൽ കുടുംബം കലങ്ങൂലേ? ഏതൊരു ഭാര്യമാരും ഭർത്താവിന് ഒരു പ്രേമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവോ? കഴുതേ, അന്നോട് ഇതൊക്കെ പറയാമെന്ന് എന്നെ വേണം പറയാം. ഓത്ത് നല്ല കഴുത്തിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്ന് പറ. അണ്ടി, കശുവണ്ടീന്ന്.